الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ സുപ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനങ്ങൾ, അവ പഠിക്കുക എന്നത്, പഠിപ്പിക്കുക എന്നത് ഏറ്റവും മഹത്തരമായ ഇബാദത്തുകളിൽ ഒന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് അവന്റെ വിശ്വാസത്തെക്കുറിച്ചാണ്, അവന്റെ അഖീദയെക്കുറിച്ചാണ്. കാരണം അവന്റെ വിശ്വാസം ശരിയായാൽ മറ്റെല്ലാം ശരിയാകും. അവന്റെ വിശ്വാസത്തിൽ പാളിച്ചകൾ ഉണ്ടായാൽ മറ്റൊന്നും അവന്റേത് ശരിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് നാം വഹീ നൽകിയിരിക്കുന്നു, അങ്ങേക്ക് നാം സന്ദേശം നൽകിയിരിക്കുന്നു. അങ്ങയുടെ മുൻപുള്ള നബിമാർ, റസൂലുകൾ, അവർക്കും നാം സന്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് അവരോട് പറഞ്ഞത്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ ശിർക്ക് ചെയ്താൽ, അല്ലാഹുവിൽ നീ പങ്കുചേർത്താൽ, ലയഹ്ബതന്ന അമലുക, നിന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും, അവ വെറുതെയായി പോകും. അല്ലാഹു സുബ്ഹാനഹു തആല അവയൊന്നും സ്വീകരിക്കുകയില്ല. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ തീർച്ചയായും ഉൾപ്പെടുക തന്നെ ചെയ്യും. ആരോടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇത് പറഞ്ഞത്? നബിമാരോട്, റസൂലുകളോട്. നമ്മുടെ റസൂലായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട്. അവർ ശിർക്ക് ചെയ്യുമെന്നതുകൊണ്ടാണോ ഇത് പറഞ്ഞത്? അല്ല. അവരിൽ വൻപാപങ്ങൾ വരെ സംഭവിക്കുകയില്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. കബായിറുകൾ, വലിയ തെറ്റുകൾ നബിമാരിൽ സംഭവിക്കുകയില്ല എന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിനു വേണ്ടി അവന്റെ റസൂലുകളോടാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളിലാണ് ശിർക്ക് സംഭവിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. അപ്പോൾ അവർക്ക് ശേഷമുള്ളവരുടെ കാര്യം എത്ര ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം ശരിയായിട്ടില്ല എങ്കിൽ എത്ര നല്ല സ്വഭാവം ഉണ്ടായതുകൊണ്ടും കാര്യമില്ല, എത്രയധികം നിസ്കരിച്ചതുകൊണ്ടും കാര്യമില്ല, എത്രയധികം ദാനധർമ്മങ്ങൾ നൽകിയതുകൊണ്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കണമെങ്കിൽ ആദ്യം വേണ്ട, ഒന്നാമത് വേണ്ട ക്വാളിറ്റി അവന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം ശരിയാക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും,
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരങ്ങളിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅമാലികും, മറിച്ച് അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്, അവിടെയുള്ള വിശ്വാസം ശരിയായിട്ടുണ്ടോ എന്നതാണ്. അതിനുശേഷം വഅമാലികും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയണം നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഇറച്ചി കഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു, അത് ശരിയായാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ശരിയാകും. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് മോശമായാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ മോശമാകും. അലാ വഹിയൽ ഖൽബ്, അറിയുക അതേതാണ്, നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയത്തിലാണ് അഖീദയുള്ളത്, വിശ്വാസമുള്ളത്. അത് ശരിയായിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ എത്രയെല്ലാം പ്രവർത്തിച്ചതുകൊണ്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം അത് പഠിച്ചു മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ അഖീദ പഠിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാന പാഠങ്ങൾ തിരിച്ചറിയുന്നതിനു വേണ്ടി ഉലമാക്കൾ, പണ്ഡിതന്മാർ വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചവരുണ്ട്, ചെറിയ ഗ്രന്ഥങ്ങൾ രചിച്ചവരുണ്ട്. അൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഒന്നിന്റെ പേര് അൽ ഫിഖ്ഹുൽ അക്ബർ, ഏറ്റവും വലിയ ഫിഖ്ഹ്, ഏറ്റവും വലിയ വിജ്ഞാനം എന്ന പേരിൽ അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഭാഗമാകുന്ന ഓരോ വ്യക്തിയും പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണത്. അതിനുശേഷം നിസ്കാരവും സകാത്തും നോമ്പും അതുപോലുള്ള ഇബാദത്തുകൾ വിവരിക്കുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട്. അതിന്റെ പേര് അൽ ഫിഖ്ഹുൽ അസ്ഗർ, ചെറിയ ഫിഖ്ഹ്. മറ്റേത് വലുതാണ്. എന്തുകൊണ്ടാണ് ഇത് വലുതായത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശ്വാസമാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഇങ്ങനെ മുൻഗാമികൾ അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഉസൂലുസ് സുന്നഹ് എന്ന ഗ്രന്ഥം രചിച്ചു വിശ്വാസം പഠിപ്പിക്കുന്നതിനു വേണ്ടി. ഇങ്ങനെ ഉലമാക്കൾ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചവരുണ്ട്, ചെറിയ പുസ്തകങ്ങളുണ്ട്, കവിതകളുണ്ട്. ഈ വിഷയത്തിൽ എഴുതപ്പെട്ട വളരെ മനോഹരമായ, വളരെ ചെറിയ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്, നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് അൽ ഉസൂലുസ് സലാസ എന്ന ഗ്രന്ഥം. അൽ ഉസൂൽ അസ്സലാസ, മൂന്ന് അടിസ്ഥാനങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേരിന്റെ അർത്ഥം. അൽ ഉസൂൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനങ്ങൾ എന്നാണ്. അസ്സലാസ സാധാരണ അറബി അറിയുന്നവർക്ക് വരെ അറിയാം, മൂന്ന് എന്നാണ് അതിന്റെ അർത്ഥം. അൽ ഉസൂലുസ് സലാസ, മൂന്ന് അടിസ്ഥാനങ്ങൾ. എന്താണ് ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ? ഒരാൾ അവന്റെ ഖബറിൽ ചോദിക്കപ്പെടാനിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ. ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരാൾ ഖബറിൽ ചോദിക്കപ്പെടാൻ പോകുന്നത്? മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക, നിന്റെ റബ്ബാരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ നബി ആരാണ്? ഈ മൂന്ന് ചോദ്യങ്ങൾ, അവക്കുള്ള ഉത്തരം വിവരിക്കുന്ന മനോഹരമായ, വളരെ ലളിതമായ ഒരു പുസ്തകമാണ് അൽ ഉസൂലുസ് സലാസ എന്ന ഗ്രന്ഥം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا. ഒരാൾ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. ذاق طعم الإيمان, ഈമാനിന്റെ മാധുര്യം അവന്റെ ഹൃദയം അറിഞ്ഞിരിക്കുന്നു, അതിന്റെ മധുരം അവന് മനസ്സിലായിട്ടുണ്ട്. മൂന്ന് കാര്യമുണ്ടായാൽ മതി. മൻ റദിയ ബില്ലാഹി റബ്ബൻ, അവൻ തന്റെ റബ്ബായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടണം. വബിൽ ഇസ്ലാമി ദീനൻ, അവന്റെ ദീനായി ഇസ്ലാമിനെ അവൻ തൃപ്തിപ്പെടണം. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ,
അവന്റെ നബിയായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൃപ്തിപ്പെടണം. ഈ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചാൽ എന്താണ് നമുക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ. നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ, ഈമാൻ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഈമാൻ ഉണ്ടെങ്കിൽ സ്വർഗമുണ്ട്. ഈമാൻ ഉണ്ടാകണമെങ്കിൽ 3 കാര്യം ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റസൂലായി തൃപ്തിപ്പെടുക. രാവിലെയും വൈകുന്നേരവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളിൽ, ദിക്റുകളിൽ, പ്രാർത്ഥനകളിൽ ഒന്നെന്താണ്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ. ഞാനിതാ അല്ലാഹുവേ, നിന്നെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സഹോദര, ഈ 3 അടിസ്ഥാനങ്ങൾ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാകണമെങ്കിൽ ചിന്തിച്ചു നോക്കുക. മരിച്ചു കഴിഞ്ഞാൽ, ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ 3 ചോദ്യങ്ങളാണ് നിന്നോട് ചോദിക്കാൻ പോകുന്നത്. അത് നീ പഠിച്ച് തയ്യാറായി നിൽക്കുകയാണ് എങ്കിൽ, ആ ഉത്തരങ്ങൾക്ക് അനുസൃതമായ, അതിന് യോജിച്ച ജീവിതം നീ കാഴ്ചവെച്ചിട്ടുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് നീ പഠിക്കേണ്ടതില്ല. ഖബറിലെ ആ 3 ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ അവന്റെ ബാക്കി രക്ഷപ്പെട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ അദ്ദേഹം വല്ലാതെ കരയുമായിരുന്നു. അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഖബർ കണ്ടാൽ കൂടുതലായി കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ദുനിയാവിൽ നിന്നുള്ള യാത്ര അവസാനിക്കുകയും പരലോകത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയും ചെയ്യുന്നത് അവിടെയാണ്. ഇവിടുത്തെ യാത്ര അവസാനിക്കുന്നത് അവിടെയാണ്, പരലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അവിടെയാണ്. അവിടെ ഒരാൾ രക്ഷപ്പെട്ടാൽ അവന്റെ പരലോക രക്ഷപ്പെട്ടു. അവിടെ ഒരാൾ പരാജയപ്പെട്ടാൽ അവന്റെ പരലോകം പരാജയത്തിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഈ പഠിക്കുന്ന പുസ്തകം അത് വളരെ മനോഹരമായ, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, ഓരോ മുസ്ലിമും അവൻ വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, പണമുള്ളവനാകട്ടെ ദരിദ്രനാകട്ടെ, ആരാകട്ടെ, ഓരോ മുസ്ലിമും അവന്റെ അഖീദ, അവന്റെ വിശ്വാസം നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കാൻ പാടില്ല. അതിൽ അലംഭാവം കാണിക്കുന്നതിന്റെ ഫലമാണ് നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും പിഴച്ച വിശ്വാസങ്ങളിലേക്കും തരീഖത്തുകളിലേക്കും ജനങ്ങൾ പോകുന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ കാരണം നമ്മുടെ അഖീദ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്, വിശ്വാസം പഠിക്കാത്തത് കൊണ്ടാണ്. എങ്ങനെയായിരിക്കും സഹോദര നീ നിന്റെ വിശ്വാസം ശരിയാക്കിയാൽ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ومثل كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء. مثل كلمة طيبة, ഒരു നല്ല വാക്ക് അതിന്റെ ഉപമ ഏതുപോലെയാണ്? കശജറത്തിൻ തയ്യിബ, ഒരു നല്ല മരത്തിന്റെ ഉപമയാണ്. അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഉറച്ച വേരുകൾ ആ മരത്തിനുണ്ട്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശാഖകളാകട്ടെ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്നുണ്ട്. കൊടുങ്കാറ്റുകൾ വീശിയാൽ ആ മരം അവിടെ ഉറച്ചു നിൽക്കും. എത്രയെല്ലാം വലിയ കുഫറിന്റെയും ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും ദലാലത്തിന്റെയും ഹറാമുകളുടെയും തിരമാലകൾ അവന്റെ മുകളിലേക്ക് ആഞ്ഞു വീശിയാലും അവൻ അവിടെ ഉറച്ചു നിൽക്കും, ആ മരം പോലെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിന് നൽകിയ ഉപമയാണ്, ഒരു മുഅ്മിനിന്റെ ഉപമയാണ്. അവന്റെ വേരുകൾ എന്ന് പറഞ്ഞത് അവന്റെ വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അത് അവന്റെ ഹൃദയത്തിൽ ഉറച്ചിട്ടുണ്ട്.
അതിന്റെ വേരുകൾ എന്ന് പറഞ്ഞാൽ അവന്റെ അമലുകളാണ്. അതിന്റെ ശാഖകൾ എന്ന് പറഞ്ഞാൽ അവന്റെ അമലുകളാണ്, പ്രവർത്തനങ്ങളാണ്. ഈ വേരുകൾക്ക് മുകളിൽ പ്രവർത്തനം ഉണ്ടാക്കിയാൽ അത് നിലനിൽക്കും. ശ്വാസമില്ലാതെ പ്രവർത്തനം ഉണ്ടാക്കിയാൽ പ്രവർത്തനമേ തകർന്നു പോകും, നിലനിൽക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പുസ്തകം നമ്മൾ വളരെ താല്പര്യത്തോടുകൂടി പഠിച്ച് മനസ്സിലാക്കേണ്ട പുസ്തകമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഫിത്നയുടെ കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുസ്ലിം. നിങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നേറുക, തിരക്കുകൂട്ടുക. അമലുകളിൽ അമാന്തം കാണിക്കരുത്, അതിൽ അശ്രദ്ധ കാണിക്കരുത്, മടിഞ്ഞിരിക്കാൻ പാടില്ല. ബാദിറു ബിൽ അഅമാൽ, പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് കുതിക്കുക. ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുസ്ലിം. ഇതാ ചില ഫിത്നകൾ, കുഴപ്പങ്ങൾ വരാനിരിക്കുന്നുണ്ട്. കഖിതഇൽ ലൈലിൽ മുസ്ലിം, ചന്ദ്രനില്ലാത്ത, നക്ഷത്രങ്ങൾ പോലുമില്ലാത്ത ഇരുട്ടുകുത്തിയ രാത്രിയിലെ ഇരുട്ട്, കടുത്ത ഇരുട്ട്. അതുപോലുള്ള സത്യമേതാണ്, ശരിയേതാണ്, ബാത്തിലേതാണ്, അസത്യമേതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ കട്ട പിടിച്ച ഇരുട്ടുപോലെ ഫിത്നകൾ നിങ്ങൾക്കുമേൽ ആഞ്ഞു വീശുന്നതിന് മുൻപ് അമലുകൾ ചെയ്യുക, പ്രവർത്തനങ്ങളുമായി മുന്നേറുക. ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം 2 കല്ലുകൾ എടുത്തു. ആ 2 കല്ലുകൾ അദ്ദേഹം ഇങ്ങനെ ചേർത്തു വെച്ചു. 2 കല്ലുകൾ ചേർത്തു വെച്ചുകൊണ്ട് അദ്ദേഹം മുന്നിലിരിക്കുന്നവരോട് ചോദിച്ചു, ഹൽ തറൗന മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിൻ നൂർ. ഈ 2 കല്ലുകൾക്കിടയിൽ നിങ്ങൾ എന്തെങ്കിലും പ്രകാശം കാണുന്നുണ്ടോ? 2 കല്ലിങ്ങനെ ചേർത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതിനിടയിൽ നിങ്ങൾ വല്ല പ്രകാശവും കാണുന്നുണ്ടോ? ഇല്ല. അവർ പറഞ്ഞു, വളരെ ചെറിയ പ്രകാശം. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ജനങ്ങൾക്ക് അവരുടെ ദീനായി തീരുന്ന ഒരു കാലം വരാനുണ്ട്. ഹക്കെന്താണ്, സത്യമെന്താണ്, ശരിയേതാണ് മനസ്സിലാക്കാൻ അങ്ങേയറ്റം പ്രയാസം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുസ്ലിം. ആ ദിവസങ്ങൾ വന്നെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ന് യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. ഒരാൾ നേരം പുലരുമ്പോൾ മുഅ്മിനാണ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവനാണ്. വയുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോൾ അവൻ കാഫിറാണ്, അല്ലാഹുവിനെ നിഷേധിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നു, ഇസ്ലാമിനെ തള്ളിപ്പറയുന്നു. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം മുഅ്മിനാൻ, രാവിലെയാകുമ്പോൾ കാഫിറായിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ജനങ്ങൾ ഈമാൻ അവരിൽ നിന്ന് പൊടുന്നനെ, സുബ്ഹാനല്ലാഹ്, നമ്മോടൊപ്പം നടന്നവരിൽ വരെ ചിലരെ ഇന്നലെ മുഅ്മിനായി കണ്ടവർ, ഇന്നലെ നമ്മോടൊപ്പം സഫുകളിൽ ഒന്നാമത് നിലയുറപ്പിച്ചവർ, അവർ ചിലപ്പോൾ അതാ അസത്യത്തിന്റെ, ബാത്തിലിന്റെ, അന്യായത്തിന്റെ വഴിയിലേക്ക് അത്ഭുതത്തോടുകൂടി നമ്മൾ നോക്കി നിന്ന് പോവാൻ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വിശ്വാസം നമ്മൾ നന്നായി പഠിക്കണം. അതിന് സഹായിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് നാം ഇവിടെ പഠിക്കുന്ന പുസ്തകം. ഇൻഷാ അല്ലാഹ് ഇന്ന് അത് നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ല, അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ആ പുസ്തകം നിങ്ങളുടെ കൈകളിൽ നൽകുന്നതാണ്. ഈ പുസ്തകത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൽ ഉസൂലുസ് സലാസ എന്നാണ്. ഉസൂൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനങ്ങൾ, സലാസ 3 അടിസ്ഥാനങ്ങൾ. ഈ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ആമുഖം. ഒന്നാമത്തേത് ഒരു ആമുഖമാണ്. രണ്ടാമത്തേത് ഈ പുസ്തകം രചിക്കപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണോ അതാണ്. മൂന്നാമത്തേത് ഒരു അന്തിമ കുറിപ്പാണ്. അറബിയിൽ പറഞ്ഞാൽ മുഖദ്ദിമ, ഒരു ആമുഖമുണ്ട്. ആ ആമുഖത്തിൽ ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമായും അവന് പഠിച്ചിരിക്കേണ്ട 4 കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്.
പിന്നീട് 3 കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. പിന്നീട് ഇബ്രാഹിമി മില്ലത്ത് എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് മുഖദ്ദിമയാണ്, ആമുഖമാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റബ്ബാരാണ്, നമ്മുടെ ദീൻ എന്താണ്, നമ്മുടെ നബി ആരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 3 കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. പിന്നീട് അവസാനത്തിൽ അന്ത്യനാളിനെ കുറിച്ചും മറ്റും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ പുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള വിഷയം. ഈ പുസ്തകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഗ്രന്ഥം, അതിന്റെ ഗ്രന്ഥകർത്താവ് ആരംഭിച്ചിട്ടുള്ളത് ബിസ്മി കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവിന്റെ പേര് മുൻനിർത്തിക്കൊണ്ട്. ബിസ്മില്ലാ, ഇസ്മി എന്ന് പറഞ്ഞാൽ പേര് തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് മുൻനിർത്തിക്കൊണ്ട്. സുബ്ഹാനല്ലാഹ്, വാക്കിന്റെ ഗൗരവം എത്രയാണ്. ബിസ്മില്ലാഹ് എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഔകു സിഖാ ഫദ്കുറു ഇസ്മല്ലാഹ്, നിങ്ങൾ ഭക്ഷണം, അതിന്റെ പാത്രം, വെള്ളപാത്രം അത് മൂടി വെക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, ബിസ്മില്ലാഹ് എന്ന് പറയും. വഗുത്തുൽ ആനിയ വദ്കുറു ഇസ്മല്ലാഹ്, പാത്രം മൂടി വെക്കുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറയും. വഅഗ്ലിഖുൽ അബ്വാബ വദ്കുറു ഇസ്മല്ലാഹ്, വീടിന്റെ വാതിലുകൾ അടക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. ഫഇന്ന അശ്ശൈത്താന ലാ യഫ്തഹു ബാബൻ ഉഗ്ലിഖ ബിദിക്രി ഇസ്മില്ലാഹ്, പിശാച് അവൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് അടക്കപ്പെട്ട വാതിൽ അത് തുറക്കുന്നതല്ല. ബിസ്മി ചൊല്ലിക്കൊണ്ട് ഒരു പാത്രം അടച്ചു വെച്ചാൽ അത് ശൈത്താൻ തുറക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി ചൊല്ലാൻ പഠിപ്പിച്ച അനേകം സന്ദർഭങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ, വെള്ളം കുടിക്കുന്ന സന്ദർഭത്തിൽ, ഇങ്ങനെ അനേകം സന്ദർഭങ്ങൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ബിസ്മില്ലാഹ് എന്ന വാക്കിന്റെ അത്ഭുതം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു, ഒരു മൃഗം, ഒരു കന്നുകാലി, അതിനെ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് അറുത്താൽ അത് ഹലാലാണ്. ബിസ്മി ചൊല്ലാതെ അറുത്താൽ, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്താൽ ഹറാമാണ്. രണ്ടും ഒരേ മാംസമാണ്, രണ്ടും ഒരേ മൃഗമാണ്. ഒന്നിനെ ഹലാലാക്കുന്നത് ബിസ്മില്ലാഹ് എന്ന വാക്കാണ്, ഒന്നിനെ ഹറാമാക്കുന്നത് അത് ചൊല്ലാതിരിക്കുമ്പോഴാണ്. ആ വാക്കിന്റെ പ്രാധാന്യം നോക്കൂ നിങ്ങൾ. ബിസ്മില്ലാഹ്, ആ വാക്കുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം ആരംഭിച്ചിരിക്കുന്നത്. ബിസ്മില്ലാഹി അർ-റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അങ്ങേറ്റം വിശാലമായ കാരുണ്യമുള്ളവൻ എന്നതാണ് റഹ്മാൻ എന്നതിന്റെ അർത്ഥം. വിശാലമായ, അവസാനമില്ലാത്ത, അറ്റമില്ലാത്ത കാരുണ്യമുള്ളവൻ, അതാണ് അർ-റഹ്മാൻ എന്ന പേരിന്റെ അർത്ഥം. അർ-റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ചെയ്യുന്ന കാരുണ്യം അതിനെ അറിയിക്കുന്ന നാമമാണ്. റഹീം എന്ന് പറഞ്ഞാൽ അടിമകൾക്ക് അല്ലാഹു ചെയ്യുന്ന കാരുണ്യം അറിയിക്കുന്ന നാമമാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, റഹ്മാൻ എന്നത് അല്ലാഹുവിന്റെ പക്കലുള്ള കാരുണ്യത്തെ അറിയിക്കുന്ന നാമമാണ്. അവന്റെ പക്കലുള്ള കാരുണ്യം അവസാനമുള്ളതാണ്, അറ്റമുള്ളതാണ്. റഹീം എന്നത് ദുനിയാവിലും ആഖിറത്തിലും മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന കാരുണ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നു, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇത് മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യം? നമുക്കെല്ലാവർക്കും ലഭിച്ച കാരുണ്യം എടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അവസാനിക്കുമോ? ഇല്ല. പക്ഷെ അത് തന്നെ എത്രയുണ്ട്, അത് തന്നെ എത്രയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അറഅയ്തും മാ അൻഫഖ മുൻദു ഖലഖ അസ്സമാവാതി വൽ അർദ് സഹാ അൽ-ലൈലി വൻ നഹാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങൾ കാണുന്നില്ലേ ആകാശഭൂമികൾ സൃഷ്ടിച്ചതു മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകിയിരിക്കുന്നത് എത്രയാണ് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? സഹാ അൽ-ലൈലി വൻ നഹാർ, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിരന്തരമായി അല്ലാഹു നൽകുന്നത് നിങ്ങൾ കാണുന്നില്ലേ?
നിരന്തരമായി നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമകൾക്ക് നൽകിയ ഈ കാരുണ്യം അത് തന്നെ വിശാലമാണ്. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അല്ലാഹു ആ നൽകിയ അനുഗ്രഹങ്ങൾ, നമുക്ക് ലഭിച്ചിട്ടുള്ള അവന്റെ നിഅമത്തുകൾ, അവന്റെ കാരുണ്യം, അതിനെ സൂചിപ്പിക്കുന്ന നാമമാണ് റഹീം എന്നത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു അർ-റഹ്മാനു ഔസഉ മിനർ റഹീം. റഹീം എന്ന നാമത്തെക്കാൾ വിശാലമായത് റഹ്മാൻ എന്ന നാമമാണ്. റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ പക്കലുള്ള അവസാനമില്ലാത്ത കാരുണ്യമാണ് എങ്കിൽ റഹീം എന്നത് ദുനിയാവിലും ആഖിറത്തിലും അവന്റെ പക്കൽ നിന്ന് അടിമകൾക്ക് ലഭിക്കുന്ന കാരുണ്യം, അതിനെയാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം, നിനക്ക് മേൽ അവൻ ചൊരിഞ്ഞിട്ടുള്ള കാരുണ്യം മനസ്സിലാക്കണമെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ വഇദാ അറദ്ത അൻ തഅരിഫ നിഅമതല്ലാഹി അലൈക ഫഗ്മിദ് ഐനൈക. അല്ലാഹു നിനക്ക് മേൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ നിനക്ക് തിരിച്ചറിയണമോ, നിന്റെ രണ്ട് കണ്ണുകൾ കുറച്ചു നേരത്തേക്ക് അടച്ചു വെച്ചാൽ മതി. രണ്ട് കണ്ണടച്ചു. എന്താണ് കാണാനുള്ളത്? എങ്ങനെയാണ് നിന്റെ മുന്നിലുള്ള വസ്തു നീ എടുക്കുക? എങ്ങനെയാണ് നീ നടക്കുക? ഒരു മിനിറ്റ് നേരത്തേക്ക് കണ്ണിന്റെ കാഴ്ച പോയാൽ, ഒരു തവണ ഇത് അടച്ചു തുറക്കുമ്പോൾ കണ്ണിന് മുൻപിൽ കാഴ്ചയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സുബ്ഹാനല്ലാഹ്. ഇത് ഒരൊറ്റ അനുഗ്രഹമാണ്. ശരീരത്തിൽ ഓരോ ഭാഗങ്ങളിലായി അള്ളാഹു ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കുക. സംസാരിക്കാൻ കഴിയാത്തവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ 2 നിമിഷങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കുന്ന ഒരു കാര്യം, അത് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ കൈകൊണ്ട്, മുഖത്തിന്റെ ഭാവങ്ങൾ കൊണ്ട് എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ല. നമ്മൾ 2 നിമിഷം കൊണ്ട് പറഞ്ഞു തീർക്കുന്ന ഒരു കാര്യം, അത് പറയാൻ അവർ കൈകൊണ്ട് എന്തെല്ലാം കാണിക്കുന്നുണ്ട്, അവരുടെ മുഖത്ത് എന്തെല്ലാം ഭാവങ്ങൾ അവർ മാറ്റി വരുത്തുന്നുണ്ട്. ഈ നാവിന്റെ അനുഗ്രഹം എത്ര വലുതാണ്, എത്ര വലിയ നിഅമത്താണ്. ഈ കാരുണ്യത്തെ അറിയിക്കുന്ന നാമമാണ് അർ-റഹ്മാൻ അർ-റഹീം എന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുസ്തകത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം അതാണ് നൽകിയിട്ടുള്ളത്. പുസ്തകങ്ങൾ രചിക്കുമ്പോൾ, ലേഖനങ്ങൾ ആരംഭിക്കുമ്പോൾ, കത്തുകൾ ആരംഭിക്കുമ്പോൾ ബിസ്മി എഴുതുക എന്നത് സുന്നത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ ആരംഭിച്ചത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇലാ മലിക് ഖൈസർ. ഇതാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലയിൽ നിന്ന് ഖൈസറിന്റെ അരികിലേക്കുള്ള കത്താണ്. അതിന്റെ തുടക്കത്തിൽ ആദ്യം എന്താണ്? ബിസ്മില്ലാഹി അർ-റഹ്മാനിർ റഹീം. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ എഴുതാൻ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് എന്താണ്? ബിസ്മില്ലാഹി അർ-റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക് കത്തെഴുതി. മരം കൊത്തി ആ കത്ത് കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ടു. തുറന്നു നോക്കി, എന്താണത് കണ്ടത്? എന്താണതിൽ കണ്ടത്? വഇന്നഹു മിൻ സുലൈമാന വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്കൂ, മുൻകാല നബിമാർ വരെ അവരുടെ കത്തുകൾ ആരംഭിച്ചത് ബിസ്മി കൊണ്ടാണ്. എന്നാൽ ഇക്കാലഘട്ടത്തിൽ നമ്മുടെ അരികിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സുന്നത്തുകളിൽ ഒന്നാണ്. ആളുകൾ മൊബൈലിലും മറ്റും എഴുതുന്ന കത്തുകൾ കത്തുകളായി പരിഗണിക്കുന്നില്ല. കത്താണ്. ആരംഭിക്കുന്നു ബിസ്മില്ലാഹി അർ-റഹ്മാനിർ റഹീം. ബിസ്മി കത്തിന്റെ തുടക്കത്തിൽ എഴുതുക എന്നത് സുന്നത്താണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ആരംഭിച്ചിരിക്കുന്നത് ബിസ്മി കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പുസ്തകം ആരംഭിച്ചിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഇഅ്ലം റഹിമകല്ലാഹ് അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസാഇൽ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പുസ്തകങ്ങളെ കയ്യിലാണ്, വായിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇഅ്ലം, നീ അറിയണം, നീ പഠിക്കണം. റഹിമകല്ലാഹ്, ശൈഖ് അവർകൾ പറയുന്നു, റഹിമകല്ലാഹ്, അല്ലാഹു നിനക്കുമേൽ കാരുണ്യം ചൊരിയട്ടെ.
അള്ളാഹു നിനക്ക് റഹ്മത്ത് നൽകട്ടെ. ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തുടങ്ങാൻ ഏറ്റവും യോഗ്യമായ വാക്കുകളാണ് നീ പഠിക്കുക, അള്ളാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ. മുൻഗാമികൾ, ഹദീസുകൾ നിവേദനം ചെയ്യുന്ന പണ്ഡിതന്മാർ അവർ പറഞ്ഞതായി കാണാം, എന്റെ ഉസ്താദ് എനിക്ക് ആദ്യം പഠിപ്പിച്ചു തന്ന ഹദീസ്, ഞാൻ എന്റെ അധ്യാപകനിൽ നിന്ന് ആദ്യമായി കേട്ട ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കാണ്, ഇർഹമു മൻ ഫിൽ അർദി യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. മുൻഗാമികൾ അവർ ഹദീസ് പഠിക്കുന്നതിന്റെ ആരംഭത്തിൽ ആദ്യം പഠിച്ചിരുന്ന ഹദീസ് ഇതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം റഹ്മത്തിലാണ്, കാരുണ്യത്തിലാണ് ഊന്നി നിൽക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു പാഠം നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ, അധ്യാപകന്മാർ, ദീൻ പഠിപ്പിക്കുന്നവർ അവർ ഇത് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നമ്മുടെ തലമുറയിൽ എത്രയോ പേർ ദീനിനോട് താല്പര്യമുള്ളവരായി വളരുമായിരുന്നു. കുട്ടികളിൽ ചിലർക്ക് സ്കൂൾ പോകാൻ താല്പര്യം, മദ്രസയിൽ പോകാൻ താല്പര്യം. അതിന്റെ കാരണങ്ങളിൽ ഒന്ന് ചിലപ്പോൾ ഉസ്താദ് വല്ലാതെ അടിക്കും എന്നതാണ്. ഉസ്താദ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിലുള്ള രൂപം ചൂരലിന്റെ വടി, ചുവന്ന കണ്ണും ഉച്ചത്തിൽ അട്ടഹസിക്കുന്ന ശബ്ദവുമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താണ്? ഈ ചിത്രമാണോ? അവിടുന്ന് അങ്ങേയറ്റം റഹ്മത്തുള്ളവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതുപോലെ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇതാ നിങ്ങൾക്കൊരു റസൂൽ വന്നിരിക്കുന്നു, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുക എന്നത് അവിടുത്തേക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസകരമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരാണ്. വിശ്രമമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നന്മക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് സൗമ്യതയുള്ളവരാണ്, മുഅ്മിനീങ്ങളോട് കാരുണ്യമുള്ളവരാണ്. മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്-സുലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട ഒരാളാണ്. അടുത്തിടെ മുസ്ലിം ആയിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളിൽ ഒന്നായിരുന്നു, ഒരാൾ തുമ്മിയാൽ അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അത് കേൾക്കുന്ന ആളുകൾ എന്തു പറയണം? റഹമുക്കല്ലാഹ് എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾ എന്താ പറയേണ്ടത്? യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് പറയണം. ഞാനിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിക്കുന്ന വേളയിൽ ഒരാൾ നിസ്കാരത്തിൽ തുമ്മി, അടുത്ത് നിൽക്കുന്ന ഒരാൾ. അയാൾ പറഞ്ഞു അൽഹംദുലില്ലാഹ്. നിസ്കാരത്തിൽ നമുക്ക് സ്വയം അൽഹംദുലില്ലാഹ് എന്ന് പറയും, കാരണം അത് ദിക്റാണ്. നിസ്കാരത്തിൽ ദിക്ർ ചൊല്ലാം, നിസ്കാര ദിക്റിന്റെ സ്ഥലമാണ്. തുമ്മിയ ആൾ അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എന്നാൽ നിസ്കാരത്തിൽ ഒരിക്കലും മറ്റൊരാളോട് സംസാരിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് സംസാരിക്കാം, അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലാം, വേറെ ഒരാളോട് സംസാരിക്കാൻ പാടില്ല. ഇദ്ദേഹം തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്-സുലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം താൻ പഠിച്ചത് പ്രാവർത്തികമാക്കി. അദ്ദേഹം പറഞ്ഞു യർഹമുക്കല്ലാഹ്, യർഹമുക്കല്ലാഹ്. അത് ആ വ്യക്തിയോടുള്ള സംസാരമാണ്, അള്ളാഹുവിനോടുള്ള സംസാരമല്ല. നിനക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇത് കേട്ടപ്പോൾ സഹാബികളിൽ ചിലർ നിസ്കാരത്തിൽ തന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ, ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹു, ഇദ്ദേഹം ഭരണാധികാരിയായിരുന്ന മുആവിയ അല്ല, മറ്റൊരു സഹാബിയാണ്.
അദ്ദേഹം പറഞ്ഞു വാ സുഖ്ല ഉമ്മയ മാ ശഅനുകും. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ എന്താണ് എന്നെ നോക്കുന്നത്? അദ്ദേഹത്തിന് മനസ്സിലായില്ല. സഹാബികൾ ഇങ്ങനെ നോക്കുന്നത് അദ്ദേഹം മനസ്സിലായി. ഇതുകൂടി പറഞ്ഞപ്പോൾ സഹാബികൾ അവർ സംസാരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ തുടകളിൽ ഇങ്ങനെ കൈകൊണ്ടടിച്ച് ശബ്ദമുണ്ടാക്കി, മിണ്ടാതിരിക്കണം. അങ്ങനെ നിസ്കാരം അവസാനിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു ഫലമ്മ സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം അവസാനിച്ചപ്പോൾ ഫബി അബി വ ഉമ്മി, എന്റെ ഉമ്മയും എന്റെ വാപ്പയും അല്ലാഹുവിന്റെ റസൂലിന് ബലിയായിരിക്കട്ടെ. മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ല ഒരു അധ്യാപകനെ അവിടത്തേക്ക് മുൻപ് ഞാൻ കണ്ടിട്ടില്ല, അവിടത്തേക്ക് ശേഷവും ഞാൻ കണ്ടിട്ടില്ല. ഫവല്ലാഹി മാ കഹറനി വലാ ദറബനി വലാ ശതമനി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മുഖം ചുളിച്ചു നോക്കിയില്ല, അവിടുന്ന് എന്നെ അടിച്ചില്ല, അവിടുന്ന് എന്നെ ചീത്ത പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന ഹാദിഹി സ്വലാഹ് ലാ യസ്ലുഹു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്, ഈ നിസ്കാരം ഇതിൽ ജനങ്ങളുമായുള്ള സംസാരം പാടില്ല. ഇന്നമാ ഹുവ തസ്ബീഹ് വത്തക്ബീർ വഖിറാഅത്തുൽ ഖുർആൻ, നിസ്കാരത്തിൽ തസ്ബീഹുണ്ട്, തഹ്മീദുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ഇതിൽ ജനങ്ങളുള്ള സംസാരം പാടില്ല. നമ്മുടെ മസ്ജിദിലാണ് സംഭവിച്ചത് എങ്കിൽ എന്നാലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ആളുകൾ നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യുക? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ഒരു അറാബി വന്നു. അദ്ദേഹം മസ്ജിദിന്റെ ഒരു മൂലയിൽ നിന്ന് മൂത്രമൊഴിച്ചു. സഹാബികൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി, അവസാനിപ്പിക്കാൻ പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദഅഹു, മൂത്രമൊഴിക്കട്ടെ. അങ്ങനെ അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അവിടുന്ന് അത് അതിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയെ അടുത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മസ്ജിദ്, ഇതുപോലുള്ള മസ്ജിദുകൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ലാ യസ്ലുഹു ഫീഹാ ശൈഉൻ മിനൽ ബൗലി വൽ ഗായിത്ത്, അവിടെ മൂത്രമൊഴിക്കുക, വിസർജനം നടത്തുക, അത് പാടില്ല. അപ്പോൾ ഈ അറാബി സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇത് വലിയ മാറ്റമുണ്ടാക്കി. എല്ലാ ആളുകളും ചീത്ത പറയുന്ന സന്ദർഭത്തിൽ, ഒച്ച വെച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യതയോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കി. അദ്ദേഹം പറഞ്ഞു അല്ലാഹുമ്മ അർഹംനി വർഹം മുഹമ്മദ വലാ തർഹം മഅനാ അഹദ, അല്ലാഹുവേ നീ എന്നോട് കരുണ കാണിക്കണമേ, മുഹമ്മദിനും നീ കരുണ കാണിക്കണമേ, വലാ തർഹം മഅനാ അഹദ, ഞങ്ങളോടൊപ്പമുള്ള ഒരാൾക്കും നീ കാരുണ്യം ചൊരിയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഖദ് ഹജ്ജർത വാസിഅൻ, വിശാലമായ അല്ലാഹുവിന്റെ കാരുണ്യത്തെയാണ് നീ ചുരുക്കിയത്. നമ്മുടെ മസ്ജിദിലാണ് ഒരു കുട്ടി മൂത്രമൊഴിച്ചു പോയത് എങ്കിൽ എന്തായിരിക്കും പ്രശ്നം? എന്തായിരിക്കും അതിനുശേഷം സംഭവിക്കുക? സഹോദരങ്ങളെ, ദീൻ പറഞ്ഞു കൊടുക്കേണ്ടത്, പഠിപ്പിച്ചു കൊടുക്കേണ്ടത് റഹ്മത്തോടു കൂടിയാണ്. ആളുകൾ നിസ്കാരത്തിൽ നീ ഇതൊന്നും പഠിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട്, എന്താ നിന്റെ പണി, നീ എവിടെയായിരുന്നു ഇത്രയും കാലം, അങ്ങനെ പറയുന്നതിന് പറഞ്ഞു കൊടുക്കുക. ആയത്തുകൾ കൊടുക്കുക, ഹദീസ് പറഞ്ഞു കൊടുക്കുക, സ്വീകരിക്കും. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും തർക്കിക്കാനുള്ള ഉദ്ദേശത്തിലല്ല, അവർ ഹക്ക് സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ പറയുന്ന രീതി ശരിയാകേണ്ടതാണ്. ഇഅ്ലം റഹിമക്കല്ലാഹ്, നീ അറിയുക അല്ലാഹു നിനക്ക് കരുണ ചൊരിയട്ടെ. നോക്കൂ ആ വാക്കിന്റെ മനോഹാരിത.
ഇതുപോലെ തന്നെയാണ് ഒരാളോട് ദഅവത്ത് നടത്തുമ്പോൾ, ഒരാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ആളുകൾ ഒഴിവാക്കിയിട്ടുള്ള സ്വഭാവങ്ങളിൽ ഒന്നാണ് ഒരാൾക്ക് വേണ്ടി ഒരാളോട് ഒരു കാര്യം തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ വിചാരിക്കാൻ, സുന്നത്ത് പറഞ്ഞു കൊടുക്കാൻ വിചാരിക്കാൻ, അള്ളാഹു നിന്റെ അമലെല്ലാം സ്വീകരിക്കട്ടെ, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നിന്റെ സമ്പത്തിൽ ബർക്കത്ത് തരട്ടെ, അള്ളാഹു നിന്റെ ആരോഗ്യം നിലനിർത്തട്ടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അയാളുടെ ഹൃദയത്തിൽ അയാൾ ആ വാക്കുകൾ സ്വീകരിക്കാനുള്ള കാരണമായി തീരുന്നത് നമ്മൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാനല്ല. ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ ഒരു ഷെയ്ഖ് ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ മസ്ജിദിൽ വന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അയാൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ എന്താണ് അദ്ദേഹം ദുആ ചെയ്യുന്നത് എന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മുഹിദ്ദീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, ഇന്ന ആളെ എന്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ എന്നാണ്. അദ്ദേഹം എല്ലാം നിർത്തിക്കഴിഞ്ഞപ്പോൾ ആ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞു, നീ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഹലാലായ എല്ലാ കാര്യങ്ങളും അള്ളാഹു നിനക്ക് പൂർത്തീകരിച്ചു തരട്ടെ. നീ ഇപ്പോൾ പ്രാർത്ഥിച്ച, നീ ഇപ്പോൾ ചോദിച്ച കാര്യങ്ങളിൽ ഹലാലായതെല്ലാം അള്ളാഹു നിനക്ക് പൂർത്തീകരിച്ചു തരട്ടെ. നീ ഇപ്പോൾ ഈ ചെയ്ത കാര്യം അത് തെറ്റാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. ഓരോ ആയത്തുകൾ അദ്ദേഹം ഇങ്ങനെ കേൾപ്പിച്ചു കൊടുത്തു. പിന്നെ ഹദീസുകൾ കേൾപ്പിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ കരയാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്, ഇതുവരെ ഞാനിത് കേട്ടിട്ടില്ല, എനിക്കൊരാളും ഇത് പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങളാണ് ആദ്യമായി പറഞ്ഞു തരുന്നത്. അയാളത് സ്വീകരിച്ചു, അയാളത് ഉൾക്കൊണ്ടു. അയാൾ അത്രയും നേരം ഏതൊരു ശിർക്കിലായിരുന്നു ഉണ്ടായിരുന്ന നിമിഷങ്ങൾ കൊണ്ട് അയാൾ തൗഹീദിലായി. നോക്കൂ, സംസാരത്തിന്റെ രൂപം, അതിന്റെ രീതി, ജനങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റം അത്ഭുതകരമാണ്. അതുകൊണ്ട് തൗഹീദ് അറിയുന്നവർ, സുന്നത്ത് അറിയുന്നവർ, സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, നീ ഒരു മനുഷ്യന് നല്ല മധുരമുള്ള ഒരു മുട്ടായി നൽകുകയാണ്, പക്ഷെ അത് കൊടുക്കുന്നത് ചെളിയുള്ള കയ്യിലാണ് എങ്കിൽ അയാൾ സ്വീകരിക്കില്ല. മുട്ടായി നല്ല മധുരമുണ്ട്, നല്ല വില കൂടിയതാണ്, കാര്യമില്ല, എന്റെ കയ്യിൽ ചെളിയുണ്ട്. ഇതുപോലെയാണ് നീ നൽകുന്ന തൗഹീദ്, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ വിശ്വാസം, അത് അങ്ങേറ്റം ഭംഗിയുള്ളതാണ്. പക്ഷെ നിന്റെ സ്വഭാവം ശരിയായിട്ടില്ല എങ്കിൽ ജനങ്ങളത് ശ്രദ്ധിക്കുകയില്ല. നേരെ തിരിച്ച് നീ വല്ല മോശമായ കാര്യവും വൃത്തിയില്ലാത്ത കാര്യവും ഒരു നല്ല ഭംഗിയുള്ള ഒരു പൊതിയിൽ പൊതിഞ്ഞ്, നല്ല ഭംഗിയുള്ള ഒരു മുട്ടായി കവറൊക്കെ വെച്ച്, വളരെ മോശമായ ഒരു കാര്യം, വൃത്തിയില്ലാത്ത മണമില്ലാത്ത ഒരു കാര്യം നല്ലൊരു പെട്ടിയിൽ പൊതിഞ്ഞ് ഒരാൾക്ക് കൊടുത്താൽ അത് വാങ്ങിച്ചു നോക്കും, തുറന്നു നോക്കും എന്താണ്. നമ്മുടെ സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് തൗഹീദുള്ളവർ, സുന്നത്തുള്ളവർ. ഈ പുസ്തകത്തിന്റെ തുടക്കം അത് അറിയിക്കുന്നുണ്ട്. ഇഅ്ലം, നീ അറിയുക, റഹിമക്കല്ലാഹ്, അല്ലാഹു നിന്നോട് കരുണ ചൊരിയട്ടെ. അന്നഹു യജിബു അലൈനാ തഅല്ലുമു അർബഇ മസാഇൽ, നമ്മുടെ മേൽ, അന്നഹു യജിബു അലൈനാ തഅല്ലുമു അർബഇ മസാഇൽ, നമ്മുടെ മേൽ 4 വിഷയങ്ങൾ പഠിക്കുക എന്നത് നിർബന്ധമാണ്. 4 വിഷയങ്ങൾ പഠിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. മുസ്ലിമായ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. യജിബു അലൈനാ തഅല്ലും അർബഇ മസാഇൽ, 4 വിഷയങ്ങൾ. തഅല്ലും എന്ന അറബിയിൽ പറഞ്ഞാൽ പണിയെടുത്ത് പഠിക്കുന്നതിനാണ് പറയുക. പണിയെടുത്ത് ബുദ്ധിമുട്ടി പഠിക്കുന്നതിനാണ് തഅല്ലും എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, നിനക്ക് ഇൽമു നേടണോ, ദീനിൽ വിവരം കിട്ടണോ, ബിത്തഅല്ലും, പഠിച്ചാൽ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കൂ.
വെറുതെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചാൽ അറിവ് നിന്റെ ഹൃദയത്തിലേക്ക് വരികയില്ല. ചില ആളുകൾ പറയുന്നത് പോലെ ലദുന്നിയായ ഇൽമ്, അങ്ങനെ ഒരു ഇൽമില്ല. പഠിക്കണം, പഠിച്ചാലേ ഇൽമുണ്ടാവുള്ളൂ. പഠിക്കണമെങ്കിൽ അതിന് സമയം മാറ്റിച്ചിരിക്കണം. ദിവസത്തിൽ കുറച്ചു നേരമാണെങ്കിൽ, അരമണിക്കൂറാണെങ്കിൽ പോലും. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله اللهم صل على جزاكم الله خير. اعلم رحمك الله أنه يجب علينا تعلم 4 مسائل. നീ അറിയണം, നമ്മുടെ മേൽ 4 വിഷയങ്ങൾ പഠിക്കുക എന്നത് നിർബന്ധമാണ്. ഏതാണ് ഈ 4 വിഷയങ്ങൾ? അൽ ഊല അൽ ഇൽമു, ഒന്നാമത് പഠിക്കേണ്ട കാര്യം നീ പഠിക്കണമെന്നതാണ്. അൽ ഊല അൽ ഇൽം, ഇൽമ് നേടണമെന്നതാണ് ഒന്നാമത്തെ കാര്യം. അസ്സാനിയതു അൽ അമലു ബിഹി, രണ്ടാമത് നീ പഠിക്കേണ്ട കാര്യം നീ പഠിച്ചത് പ്രാവർത്തികമാക്കണമെന്നതാണ്. ഒന്നാമത്തെ കാര്യം നീ പഠിക്കണം,
രണ്ടാമത്തെ കാര്യം നീ പഠിച്ചത് പ്രാവർത്തികമാക്കണം. അസ്സാലിസതു അദ്ദഅവതു ഇലൈഹി. മൂന്നാമത്തെ കാര്യം നീ പഠിച്ച നീ പ്രാവർത്തികമാക്കിയ കാര്യം അതിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കണം. അദ്ദഅവതു ഇലൈഹി. നാലാമത്തെ കാര്യം അർറാബിഅതു. നാലാമത്തെ കാര്യം അസ്സബ്റു അലൽ അദാ ഫീഹി. അസ്സബ്ർ ക്ഷമിക്കണം. അലൽ അദാ ഫീഹി ഈ പറഞ്ഞ മാർഗത്തിൽ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കണം. ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മുൻപ് പറഞ്ഞ 3 കാര്യം ചെയ്യുമ്പോഴും നിനക്ക് പ്രയാസമുണ്ടാകും. പഠിക്കുമ്പോൾ പ്രയാസമുണ്ടാകും, മറന്നുപോകും, പിന്നെയും പഠിക്കണം, പിന്നെയും മറന്നുപോകും, പിന്നെയും പഠിക്കണം. അതിൽ നീ ക്ഷമിക്കണം. ദീൻ പഠിക്കുന്ന മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ ദുനിയാവിന്റെ ആളുകൾ നേടിയെടുക്കുന്ന വലിയ വലിയ സൗകര്യങ്ങൾ ചിലപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടേക്കാം. നീ ക്ഷമിക്കണം. ഇങ്ങനെ ദീൻ പഠിക്കുന്ന മാർഗത്തിൽ ക്ഷമിക്കണം, അമൽ ചെയ്യുന്ന കാര്യത്തിൽ ക്ഷമിക്കണം. ഒരു കാര്യം പഠിച്ചു, ശൈത്താൻ പഠിച്ചത് പ്രാവർത്തികമാക്കാതിരിക്കാൻ ഹൃദയത്തിൽ വസ്വാസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നിന്നെ അതിൽ നിന്ന് പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അസ്ബിർ, നീ ക്ഷമിക്കണം. ഇട്ടെറിഞ്ഞു പോകാൻ പാടില്ല, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ക്ഷമയോടുകൂടി നന്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കണം. അദ്ദഅവതു ഇലൈഹി, ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കണമെങ്കിൽ സബ്ർ വേണം. കാരണം നീ ഹക്കിലേക്ക് ക്ഷണിച്ചാൽ, സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചാൽ അവരുടെ പൊതു സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് അവർ നിന്നെ എതിർക്കും. ചിലപ്പോൾ നിന്നെ ഉപദ്രവിച്ചേക്കാം, നിന്റെ പേര് മോശമാക്കിയേക്കാം, നിന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയേക്കാം. നബിമാരിൽ ചിലർ പറഞ്ഞതുപോലെ വലാകിൻ ലാ തുഹിബ്ബൂന അന്നാസിഹീൻ, നിങ്ങൾ ഉപദേശിക്കുന്നവർ, ഗുണകാംക്ഷിക്കുന്നവർ അവരോട് ഇഷ്ടം വെക്കുന്നവരല്ല. ജനങ്ങളുടെ പൊതു സ്വഭാവമാണ്, ഉപദേശിക്കുന്നവരോട് അവർക്ക് ഇഷ്ടമുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരാളുടെ അയൽക്കാരെല്ലാം അയാളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട് എങ്കിൽ അയാൾ മോശക്കാരനാണ്. ജനങ്ങൾ പറഞ്ഞ എങ്ങനെയാണ്? എല്ലാ അയൽക്കാരും നല്ലത് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ എങ്ങനെ മോശക്കാരനാവുന്നത്? കാരണം ലിഅന്നഹു യറാഹും യഫ്അലൂന മാ നുഹിയ അൻഹു, അള്ളാഹു വിലക്കിയത് ചെയ്യുന്നത് അയാൾ എന്തായാലും കാണും. ജനങ്ങളാണെങ്കിൽ തെറ്റുകൾ ചെയ്യും, അയാൾ അവരോടൊന്നും പറയുന്നില്ല. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, അതിൽ അവർ വീഴ്ച വരുത്തുന്നത് അയാൾ കാണും, അയാൾ അവരോടൊന്നും പറയുന്നില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിൽ അയാൾ ഏറ്റവും നല്ല മനുഷ്യൻ. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ചില ആളുകൾ ചിലപ്പോൾ തെറ്റി മനസ്സിലാക്കും. ഈ പറഞ്ഞതിന്റെ അർത്ഥം അയൽവാസികളെ വെറുപ്പിക്കണമെന്നല്ല, അവർക്ക് ദേഷ്യമുണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കണമെന്നല്ല. നീ അദബുകൾ, മര്യാദകൾ പാലിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ സ്വാഭാവികമായും ചില ആളുകൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടാവുകയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനിൽ തമസ റിദാ അല്ലാഹി ബിസഖത്തിൻ നാസ് കഫാഹു അല്ലാഹു മുഅനതൻ നാസ്, ആരെങ്കിലും ജനങ്ങളുടെ കോപം വാങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി അന്വേഷിച്ചാൽ അള്ളാഹു അവന് ജനങ്ങളുടെ കാര്യം ശരിയാക്കി നൽകുന്നതാണ്. അള്ളാഹു ഒരാളെ സ്നേഹിച്ചാൽ ജനങ്ങൾ അയാളെ സ്നേഹിക്കും. ആരൊക്കെ എന്തൊക്കെ മോശം പറഞ്ഞു, ആരൊക്കെ നിന്നെ കുറിച്ച് ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയാലും ജനങ്ങൾ നിന്നെ സ്നേഹിക്കും, അള്ളാഹു ഒരാളെ സ്നേഹിച്ചാൽ. അപ്പോൾ സഹോദരങ്ങളെ, ഒന്നാമത് പഠിക്കേണ്ടത് ഇൽമാണ്, രണ്ടാമത് പഠിക്കേണ്ടത് ഇത് പ്രാവർത്തികമാക്കുക എന്ന കാര്യമാണ്, മൂന്നാമത് പഠിക്കേണ്ടത് അതിലേക്ക് ക്ഷണിക്കുക എന്നതാണ്, നാലാമത് പഠിക്കേണ്ടത് ഇപ്പറഞ്ഞതിലെല്ലാം ക്ഷമിക്കുക എന്നതാണ്. 4 കാര്യം. എത്ര എളുപ്പമുള്ള കാര്യമാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം അൽ ഇൽം, അറിവ് നേടുക എന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശൈഖ് അവർകൾ തന്നെ പറയുന്നു, വഹുവ മഅരിഫത്തുല്ലാഹ് ومعرفة نبيه ومعرفة دين الإسلام بالأدلة.
ആദ്യം പറഞ്ഞ കാര്യം പഠിക്കണമെന്നതാണ്. ശരി, എന്താണ് പഠിക്കേണ്ടത്? വഹുവ മഅരിഫത്തുല്ലാഹ്. ഒന്നാമത്തെ കാര്യം നീ അല്ലാഹുവിനെ അറിയുക എന്നതാണ്. അതാണ് ഒന്നാമത് പഠിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം വമഅരിഫതു നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം വമഅരിഫതു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, തെളിവുകളിലൂടെ പ്രമാണങ്ങളിലൂടെ നീ ഇസ്ലാം ദീനിനെ കുറിച്ച് പഠിക്കുക എന്നതാണ്. മൂന്ന് കാര്യം. ഈ മൂന്ന് കാര്യമാണോ നീ പഠിക്കുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് പ്രതിഫലമുണ്ട്. ഈ മൂന്നിൽ പെടാത്ത കാര്യങ്ങളാണ് നീ പഠിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് അങ്ങനെ ലഭിക്കും ഇങ്ങനെ ലഭിക്കും എന്ന് ആരൊക്കെ പറഞ്ഞാലും അത് ദീനിൽപ്പെട്ടതല്ല. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഉപകാരപ്രദമായ ഇൽമുൻ നാഫിഅ് രണ്ട് കാര്യങ്ങളാണ്. ഈ പറഞ്ഞതിനെ ചുരുക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ, ഒന്നാമത്തെ കാര്യം ഇൽമുൻ യുഅർരിഫുക ബില്ലാഹ്, ഒന്നാമത്തേത് നിനക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു നൽകും. അള്ളാഹു ആരാണ്, അള്ളാഹുവിന്റെ പേരുകൾ, അവന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ, അള്ളാഹു എങ്ങനെയുള്ളവനാണ്, അത് നിനക്ക് പഠിക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ അറിവ്. രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞു ഇൽമുൻ യുഅർരിഫുക ബിമാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു വയക്റഹുഹു അല്ലാഹു വമാ യസ്ഖതുഹു. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ്, അവന് വെറുപ്പുള്ളത് എന്താണ്, ഇത് നിനക്ക് പറഞ്ഞു തരും. ഇത് രണ്ടുമാണ് ഉപകാരപ്രദമായ ഇൽമ എന്ന് പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക, അവന്റെ ദീനിനെ കുറിച്ച് അറിയുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില പാഠങ്ങൾ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ദീനിയായ ഇൽമ്, മതപരമായ ഇൽമ്, അതിൽ നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട്, സുന്നത്തായും പഠിക്കേണ്ടതുണ്ട്. നിർബന്ധമായി പഠിക്കേണ്ട ദീനിലെ വിജ്ഞാനങ്ങളുണ്ട്, സുന്നത്തായി പഠിക്കേണ്ടത്. നിർബന്ധമായും പഠിക്കേണ്ട വിജ്ഞാനം അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഫർദു ഐൻ, ഓരോ വ്യക്തിയും പഠിക്കൽ നിർബന്ധമായിട്ടുള്ള, ഓരോ വ്യക്തിയും പഠിക്കണം. ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല, എല്ലാവരും പഠിച്ചിരിക്കണം. അതിൽപ്പെട്ടതാണ് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ. അള്ളാഹു ആരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്, ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ എന്താണ്, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, എന്താണ് കുഫർ എന്ന് പറഞ്ഞാൽ, എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ, എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം, നിസ്കാരത്തിൽ ഞാൻ ചൊല്ലുന്നത് എന്താണ്, എല്ലാവരും പഠിച്ചിരിക്കണം. ഇത് ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമാണ്. രണ്ടാമത്തേത് ഫർദുൻ കിഫായി, ഓരോ വ്യക്തിയും പഠിക്കേണ്ടതില്ല എങ്കിലും സമൂഹത്തിൽ ഒരു വിഭാഗം പഠിച്ചിരിക്കേണ്ട വിജ്ഞാനം, സമൂഹത്തിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും അത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഉദാഹരണത്തിന് അനന്തരാവകാശ നിയമങ്ങൾ, അത് എല്ലാ മുസ്ലിമീങ്ങളും പഠിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അത് അറിയാത്ത ആളുകൾ മുസ്ലിമീങ്ങളിൽ ഉണ്ടാവുക, ഒരാൾക്കും അത് അറിയാത്ത അവസ്ഥ ഉണ്ടാവുക, അത് പാടില്ല. അങ്ങനെ ഒരാൾക്കും അറിയാതെ വന്നാൽ എല്ലാവരും കുറ്റക്കാരാണ്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ചിലർക്ക് അത് അറിയുമെങ്കിൽ അവരെല്ലാവരും ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടും. സകാത്തിന്റെ വിശദാംശങ്ങൾ, നിസ്കാരവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ഇങ്ങനെ ദീനിന്റെ ആഴത്തിലുള്ള വിജ്ഞാനങ്ങൾ അത് മുസ്ലിം ഉമ്മത്തിൽ ചിലരെങ്കിലും പഠിച്ചിരിക്കുക എന്നത് നിർബന്ധമാണ്. ഖുർആൻ ഹിഫ്ളാക്കുക ഉദാഹരണങ്ങളിൽപ്പെട്ടതാണ്. അത് മുസ്ലിം ഉമ്മത്തിലെ കുറച്ചുപേരെങ്കിലും പഠിച്ചിരിക്കുക എന്നത് നിർബന്ധമാണ്. അപ്പോൾ സഹോദരങ്ങളെ, അതാണ് നിർബന്ധമായ വിജ്ഞാനം. രണ്ടാമത്തേത് മുസ്തഹബായ വിജ്ഞാനങ്ങളാണ്, സുന്നത്തായ. സുന്നത്തായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഏതാണ്? വാജിബല്ലാത്ത, ഹറാമല്ലാത്ത എല്ലാ കാര്യങ്ങളും സുന്നത്തായ, ദീനിൽ സുന്നത്തായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ പഠിക്കൽ സുന്നത്താണ്. റവാത്തിബ് നിസ്കാരത്തെ കുറിച്ച് പഠിക്കൽ സുന്നത്താണ്.
വിത്ർ നിസ്കാരത്തെ കുറിച്ച് പഠിക്കൽ സുന്നത്താണ്. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വ്യത്യസ്തങ്ങളായ ദിക്റുകളുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കൽ സുന്നത്താണ്. സുന്നത്തായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം പഠിക്കൽ സുന്നത്താണ്. ചില ആളുകൾ ദീന് പഠിക്കില്ല, അത് കാരണമായി പറയണ്ട പഠിച്ചതൊക്കെ ചെയ്യേണ്ടി വരില്ലേ എന്ന് പറയും. സഹോദര, നിന്റെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യം പഠിക്കൽ നിർബന്ധമാണ്. അത് പഠിച്ചിട്ടില്ലെങ്കിൽ രണ്ട് തെറ്റുണ്ട്. പഠിക്കാത്തതിന്റെ തെറ്റുണ്ട്, പഠിക്കാതെ ഇത് തെറ്റിച്ചതിന്റെ തെറ്റുണ്ട്. എന്നാൽ സുന്നത്തായ കാര്യങ്ങൾ അത് നീ പഠിച്ചാൽ അത് ചെയ്യൽ സുന്നത്താണ്. നീ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് നിനക്ക് ശിക്ഷയില്ല, പക്ഷെ ചെയ്യുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് നീ തെറ്റുകാരനല്ല. അതുകൊണ്ട് അത് വിചാരിച്ച് നീ പഠിക്കാതിരിക്കണം. അപ്പോൾ ഇങ്ങനെ നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട്, സുന്നത്തായി പഠിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്, പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ നിർബന്ധമായ സുന്നത്തായ വിജ്ഞാനങ്ങൾ ഉള്ളതുപോലെ ഹറാമായ വിജ്ഞാനങ്ങളുമുണ്ട്. പഠിക്കാൻ പാടില്ലാത്ത വിജ്ഞാനം, പഠിക്കാൻ പാടില്ലാത്ത വിജ്ഞാനങ്ങൾ. ഉദാഹരണത്തിന് സംഗീതം പഠിക്കുക എന്ന് ഈ കാലഘട്ടത്തിൽ മുസ്ലിം കുട്ടികളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളിൽ ഒന്നാണ്. ഗിറ്റാർ വായിക്കാൻ പഠിക്കുക, അതേപോലെ പാട്ട്, സംഗീതത്തോടൊപ്പം പാട്ട് പാടാൻ പഠിക്കുക, സംഗീതം അതിന്റെ ശാസ്ത്രീയ വശങ്ങളിലൂടെ പഠിക്കുക. ഇതൊക്കെ നിഷിദ്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ്. സംഗീതം ഹറാമാണ്, സംഗീതം ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം വരും, യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ മആസിഫ് വൽ ഖംറ വൽ മആസിഫ്. അവർ പട്ടിനെ അനുവദിക്കും, അതുപോലെ തന്നെ അവർ മദ്യം ഹലാലായി കാണും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് സംഗീതം. ഇപ്പറഞ്ഞതൊക്കെ ഹറാമാണ് എങ്കിൽ അതും ഹറാമാണ്. സംഗീതം പഠിക്കുക എന്ന്, അതുപോലെ മാജിക് പഠിക്കുക എന്ന്, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഹറാമായ വിജ്ഞാനങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ കൈകൊണ്ട് വ്യക്തികളുടെ രൂപങ്ങൾ പഠിക്കുക എന്നത്, ഈ കൊറോണ വന്ന സമയത്ത്, ഈ രോഗം ബാധിച്ച സമയത്ത് അനേകം കുട്ടികൾ ഓൺലൈനിലും മറ്റുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനങ്ങളിൽ ഒന്നാണ് ചിത്രം വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളത്. എന്നിട്ട് ഒരാളെ അയാളുടെ അതേ രൂപത്തിൽ തന്നെ വരയ്ക്കാൻ പഠിക്കുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അശദ്ദുൻ നാസി അസാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ. അന്ത്യനാളിൽ ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുന്നവർ മുസവ്വിറുകളാണ്. മുസവ്വിർ രൂപമുണ്ടാക്കുന്നവർ, പ്രതിമയുണ്ടാക്കുന്നവർ, അതുപോലെ ചിത്രങ്ങൾ വരച്ചുണ്ടാക്കുന്നവർ. അത് ഈ പറഞ്ഞതിൽ ഉൾപ്പെടുമെന്നതിൽ സംശയമില്ല. പക്ഷെ മുസ്ലിം ഉമ്മത്തിലേക്ക് ഇത് വ്യാപകമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പഠിക്കാന്നുള്ളത് ഹറാമാണ്. സിഹർ പഠിക്കൽ കുഫ്റാണ്, കേവലം ഹറാമല്ല, ഇസ്ലാമിൽ തന്നെയാണ് പുറത്തുപോയി. ഒരാൾ സിഹർ പഠിച്ചാൽ, മാരണം പഠിച്ചാൽ, ഇന്ന് സുബ്ഹാനല്ലാഹ് മുസ്ലിമീങ്ങളായ ചില കുട്ടികൾ യൂട്യൂബിലും മറ്റും അന്വേഷിക്കുന്നത് എങ്ങനെ ഓജോ ബോർഡ് ഉണ്ടാക്കാം, എങ്ങനെ ഇന്ന ശൈത്താനിയത്ത് അതിലേക്ക് എത്തിപ്പെടാം, എങ്ങനെ മെന്റലിസം പഠിക്കാം. ഇതൊക്കെ സിഹറുമായി ബന്ധപ്പെട്ടതാണ് എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ ശൈത്താനിയത്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്തതാണ്. ഇത് പഠിക്കൽ മിക്ക സന്ദർഭങ്ങളിലും കുഫ്റാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാതെ അവനിത് പഠിക്കാൻ പറ്റില്ല. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വലാകിന്നശ് ശയാതീന കഫറൂ യുഅല്ലിമൂന അന്നാസ സിഹർ. ജനങ്ങളെ സിഹർ പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത് കാഫിറുകളായത് പിശാചിക്കളാണ്. ആ ആയത്ത് തെളിവാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, സിഹർ പഠിക്കൽ കുഫ്റാണ്. കാരണം പഠിപ്പിക്കുന്നത് കൊണ്ട് കാഫിറായി എങ്കിൽ അത് പഠിക്കുന്നത് കൊണ്ടും കാഫിറാകണം. പിശാചിക്കൾ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് അവർ കാഫിറായി എങ്കിൽ ഇത് പഠിക്കുന്നവരും കാഫിറാകണം. അപ്പോൾ ഇത്തരം ഹറാമായ വിജ്ഞാനങ്ങളുണ്ട്. അതുപോലെ തന്നെ അനുവദനീയമായ അനേകം വിജ്ഞാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നത്, മെഡിസിൻ പഠിക്കുക എന്നത്, ഇതൊക്കെ അനുവദനീയമാണ്.
അത് ഒരാൾ മുസ്ലിമീങ്ങളെ സേവിക്കണം, ജനങ്ങൾക്ക് സഹായം എത്തിക്കണം എന്ന ഉദ്ദേശത്തിൽ പഠിക്കുകയാണ് എങ്കിൽ അവന് അതിന് പ്രതിഫലം ലഭിക്കുന്നതാണ്. ആ പഠനത്തിന് അവന് പ്രതിഫലം ഉണ്ടായി. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെ പഠിക്കേണ്ടതുണ്ട്, പഠിക്കാൻ പാടില്ലാത്തതുണ്ട്. അതുപോലെ ചില ഉലമാക്കൾ, പണ്ഡിതന്മാർ മക്രൂഹാണ്, ചില ഉലമാക്കൾ മക്രൂഹാണ് എന്ന് പറഞ്ഞ വിജ്ഞാനങ്ങളുണ്ട്. വെറുക്കപ്പെട്ടതാണ്, ഉപേക്ഷിക്കലാണ് നല്ലത്. ഇന്ന് ആളുകളിൽ പലരിലും കയറി വരുന്ന കാര്യങ്ങളിൽ ഒന്നാണത്. അതിൽപ്പെട്ടതാണ് പ്രേമഗാനങ്ങൾ പഠിക്കുക എന്നത്. അതല്ലെങ്കിൽ സ്ത്രീകളുടെ രൂപം വർണ്ണിക്കുന്ന, ഹൃദയത്തിൽ മോശമായ ചിന്തകൾ ഉണ്ടാക്കുന്ന പാട്ടുകൾ, അത് വായ്പാട്ടാണ് എങ്കിൽ പോലും അത് പഠിക്കുക എന്ന് പല ആളുകളുടെ നാവുകളിൽ അവിടുന്ന് ഇവിടുന്ന് കേട്ടത്, അതല്ലെങ്കിൽ ജാഹലിയത്തിൽ കേട്ടുപോയ പാട്ടുകൾ ഇത് പാടി നടക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നത് മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ വിവരിച്ചതായി കാണാം. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് ഒന്നാമത്തെ കാര്യം, ദീൻ പഠിക്കുക എന്നതാണ്. ഇവിടെ ഇൽമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. അല്ലാഹുവിനെ അറിയുക, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക, ദീനുൽ ഇസ്ലാമിനെ അറിയുക. ഈ 3 കാര്യം പഠിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ് എന്നാണ് ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസുകളിൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് വിശദീകരിക്കാം. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഫിഖ്, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിസ്കാരം, ഉദോടുക്കുന്നത്, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെ സാരമായി കാണാൻ പാടില്ലാത്ത വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മുടെ ഇശാ നിസ്കാരത്തിന് മുൻപ് ഉസൂലുൽ സലാസ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ കുറച്ചു നേരം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം പരലോകത്ത് നമുക്ക് ഉപകാരപ്രദമായ, പരലോകത്ത് നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാകുന്ന അമലുകളിൽ ഒന്നായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه